അള്ളാന്റെ റസൂല് പറഞ്ഞു ഫാത്തിമ, അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാണ്, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ നിസ്സാരവാ, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഓരോ വാപ്പമാര് പടച്ചോനെ നടക്കാൻ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേച്ച് നടന്നു പള്ളിയിൽ പോകും, നിസ്കരിക്കാൻ കയറും. അസറിന് പള്ളിയിൽ പോയാൽ പിന്നെ ഇശാ കഴിഞ്ഞേ വരത്തുള്ളൂ. അസർ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ പിന്നെ ഇശാ കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷേ ഇശാ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മുഴുവനും ഒന്നീ പള്ളിയിലെ ഇമാമിനായിരിക്കും, അല്ലെങ്കിൽ മുക്രിക്കായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്കായിരിക്കും. ആർക്കെങ്കിലും വിഹിതം വെച്ച് കൊടുത്തിട്ടേ പള്ളിയുടെ ഗേറ്റ് ഇറങ്ങത്തുള്ളൂ. അള്ളാഹു നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഇറങ്ങി ഇരുന്ന് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കും. അള്ളാഹു ഈമാൻ നിനക്ക് ഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, ഗതക വിഷയത്തിലില്ല. അങ്ങനെ തന്നെ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ കല്യാണം മുടക്കികളുടെ ഒക്കെ കാലമാണല്ലോ. എല്ലാം പറഞ്ഞിട്ട് പറയണ അവസാനത്തൊരു വാക്കുണ്ട്, ഒരൊറ്റ വെട്ടിന് കൊന്നേക്കാൻ തോന്നുന്നത് കേൾക്കുമ്പോ. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി. ഇവിടെയൊക്കെ ഈ കല്യാണം മുടക്കലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ധാരാളം ഉണ്ടില്ലേ? നല്ല കാര്യ കുഴപ്പമൊന്നുമില്ല. നീ നല്ല കാര്യം. അള്ളാഹു ഇവർക്കൊക്കെ അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിട്ട് അങ്ങോട്ട് ദുആ ചെയ്തേക്കണം, ശത്രുവിന് വേണ്ടി ദുആ ചെയ്തേക്കണം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടിക്കുന്ന പയ്യനാ, ഡ്രൈവറാ. അവൻ ഒരു പെണ്ണിനെ കണ്ടു. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്നു. ആദ്യം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ബേക്കറി കണ്ടു, നേരെ അവിടെ കയറി. 5 നേരം നിസ്കരിക്കാൻ വരുന്ന ഒരു വാപ്പയുടെ കടയാ. ഈ മനുഷ്യൻ അവിടെ കയറിയിട്ട് ചോദിച്ചു, ഇന്ന ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവറാണ്, എന്താ അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? ഈ വാപ്പ പറഞ്ഞ മറുപടി, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ചു കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചോണ്ട് വന്ന് ഈ കടയും തല്ലിപ്പൊട്ടിച്ച് എന്നെയൊക്കെ അടിക്കുക. എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. ഇത് പറഞ്ഞേ, അവൻ കള്ളുകുടിയൻ, അവന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവൻ. ഇത്രയും പറഞ്ഞിട്ടാ പറഞ്ഞ, എനിക്കൊന്നും അറിയില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ മറുപടിയും. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, വല്ലവൻ ഞാൻ പച്ചയിറച്ചി, വേറെ ആരും നമുക്കൊന്നും പറഞ്ഞില്ല എന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. വാട്സപ്പിൽ വന്ന് വായിക്കോ നോക്കൂല. വാർത്ത കണ്ടതും തന്റെ മൊബൈലിൽ എത്ര ഗ്രൂപ്പുണ്ടോ ആ സർവ്വ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കും. കാള പ്രസവിച്ചു. അപ്പോഴാ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കത്തില്ലല്ലോ, അതിനു മുമ്പേ മൊത്തം എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് 4 പേരോട് പറയാതെ ഒരു മനസ്സമാധാനം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. പള്ളിയിലെ ഖത്തീബാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. ആരും വഴന്ന് പറയുന്നവനാകട്ടെ, ഇൽമ പഠിച്ചവനാകട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അങ്ങനെയുള്ള വിഷയത്തിൽ തലയിടരുത്. ഉസ്താദെ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഓം പറയുന്നത് കേട്ടതല്ലേ, കേട്ടാലും പറഞ്ഞവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പച്ചയിറച്ചി തിന്നുന്നവൻ വന്ന് അടുത്ത് നിന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടോണ്ട് നിന്നില്ലേ, അതും പാപമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരേ ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയിൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, അവന് നിസ്കാര തഴമ്പ് കാണാം, താടിക്ക് നീളമുള്ളവനാകാം, വഅൽ പറയുന്നവനാകാം, പടച്ചവനെ ഹജ്ജ് ചെയ്തവനാകാം, ഉംറ ചെയ്തവനാകാം, പള്ളി കെട്ടിക്കൊടുത്തവനാകാം, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാകാം. ഇൻ ജാഅകും ഫാസിഖുൻ, അല്ലാഹുവേ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപിയുണ്ടല്ലോ, അവൻ ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ വിശ്വസിക്കല്ലേ. അതിന്റെ സത്യം എന്താണെന്നറിയാതെ നീ പറഞ്ഞു പരത്തിയിട്ട് ആ പാവപ്പെട്ടവനെ നാണം കെടുത്തല്ലേ. അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ